Hello മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ അബ്ദുല്ല ബക്കർ. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് നല്ല രസകരമായിട്ടുള്ള ഒരു കോണ്ടന്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്താണ് ഇന്ന് ക്ലാസ്സിൽ പറയാൻ പോകുന്നത് എന്നുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ചാപ്റ്ററാണ് അല്ലേ, രണ്ടാമത്തെ ചാപ്റ്റർ. എന്താണ് ചാപ്റ്ററിൻ്റെ പേര്? ഫ്രം സ്റ്റോൺ ടു മെറ്റൽ, അല്ലെങ്കിൽ കല്ലിൽ നിന്നും ലോഹത്തിലേക്ക് എന്ന് പറയുന്ന ഒരു രസകരമായിട്ടുള്ള ചാപ്റ്ററാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഈ ചാപ്റ്ററിൽ നദീതട സംസ്കാരങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യാനുണ്ട്, നിങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ചാപ്റ്റർ എല്ലാവർക്കും സ്കൂളിലൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നദീതട സംസ്കാരങ്ങളിൽ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് മെസൊപ്പൊട്ടേമിയൻ സിവിലൈസേഷനെ കുറിച്ചാണ്, അല്ലെങ്കിൽ മെസൊപ്പൊട്ടേമിയൻ സംസ്കാരത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാ മക്കളും നല്ല വൃത്തിയിൽ എന്ത് ചെയ്യുക, ക്ലാസ് കേൾക്കുക. കാരണം എന്ന് പറഞ്ഞാൽ സ്കിപ്പ് അടിക്കുക അല്ലെങ്കിൽ സ്പീഡ് അടിച്ചൊന്നും കേൾക്കരുത്. കാരണം നിങ്ങൾക്ക് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ മെസൊപ്പൊട്ടേമിയൻ സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചോദ്യം വന്നാലും ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ആൻസർ ചെയ്യാൻ പറ്റും. കാരണം ആ സിവിലൈസേഷനിൽ നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാനുള്ളൂ, പഠിക്കാനുള്ളൂ. അപ്പോൾ ആരും സ്കിപ്പൊന്നും അടിക്കാതെ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, ക്ലാസ് കേൾക്കുക. അപ്പോൾ നമ്മൾ എന്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്? മെസൊപ്പൊട്ടേമിയൻ സിവിലൈസേഷനെ കുറിച്ചാണ്, അല്ലെങ്കിൽ മെസൊപ്പൊട്ടേമിയൻ സംസ്കാരത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, എടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നിട്ടുള്ളത് എന്താണ് മെസൊപ്പൊട്ടേമിയൻ, ഈ ടേം വരാനുള്ള കാരണം എന്താണെന്നാണ് ടെക്സ്റ്റിൽ ഫസ്റ്റ് തന്നെ തന്നിട്ടുള്ളത് അല്ലേ. നമുക്ക് എന്ത് കാണാൻ പറ്റും? ദ മെസൊപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ ഫ്ലോറിഷ് ഇൻ ദ വാലീസ് ബിറ്റ്വീൻ ദ യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രിസ്. അതുകൊണ്ട് തന്നെ ടൈഗ്രിസിൻ്റെയും യൂഫ്രട്ടീസിൻ്റെയും ഈ രണ്ട് റിവേഴ്സിൻ്റെ സെൻട്രലായിട്ടാണ് എന്ത് വരുന്നത്, ഈ മെസൊപ്പൊട്ടേമിയൻ എന്ന് പറയുന്ന റീജിയൻ വരുന്നത്. നമുക്കവിടെ പിക്ചറിൽ കാണാം അല്ലേ. ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും, രണ്ട് റിവേഴ്സ് ഉണ്ട് അല്ലേ. യൂഫ്രട്ടീസും നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്, അതുപോലെ തന്നെ ടൈഗ്രിസ്. ഇങ്ങനെ രണ്ട് റിവേഴ്സ് നമുക്കവിടെ രണ്ട് സൈഡ് ബോത്ത് സൈഡ് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് റിവേഴ്സിൻ്റെയും സൈഡ് എന്താ പറയുക, സെൻട്രലിലൂടെ അല്ലെങ്കിൽ ഇടയിലൂടെ പോകുന്നുകൊണ്ടാണ് ഈ ഒരു സിവിലൈസേഷൻ എന്ത് പേര് വന്നിട്ടുള്ളത്, മെസൊപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ എന്നുള്ള പേര് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ചോദ്യം ഇതാണ്, യൂഫ്രട്ടീസും ടൈഗ്രീസും രണ്ട് റിവേഴ്സാണ്, അതുകൊണ്ട് യൂഫ്രട്ടീസ് ഓർ ടൈഗ്രീസ് ഇങ്ങനെയല്ലേ പേര് വരേണ്ടത്. പിന്നെ എന്തുകൊണ്ടാണ് സാർ അവിടെ മെസൊപ്പൊട്ടേമിയൻ എന്ന പേര് വന്നത് എന്ന സംശയം നിങ്ങൾക്ക് വീണ്ടും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഒരു സംശയം കൂടി തീർക്കാം. അവിടെ നമുക്ക് കാണാൻ പറ്റും, ദ വേർഡ് മെസൊപ്പൊട്ടേമിയ മീൻസ് ദ ലാൻഡ് ബിറ്റ്വീൻ റിവേഴ്സ്. അപ്പോൾ നദികൾക്കിടയിലൂടെ എന്താ പറയുക പോകുന്നത്, അല്ലെങ്കിൽ രണ്ട് നദികൾക്കിടയിലൂടെയുള്ള പ്രദേശം ാണ് നമ്മൾ എന്തു പറയുന്നത്, മെസൊപ്പൊട്ടേമിയ എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം എന്നുള്ളതാണ് എന്തിൻ്റെ മീനിങ്, മെസൊപ്പൊട്ടേമിയ എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ്. അതുകൊണ്ടാണ് ഈ ഒരു പേര് എന്തിന് വന്നിട്ടുള്ളത്, മെസൊപ്പൊട്ടേമിയ എന്ന് പറയുന്ന സ്ഥലത്തിന് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, കടിച്ചാൽ പൊട്ടാത്ത വാക്കല്ലേ മെസൊപ്പൊട്ടേമിയ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, കടിച്ചാൽ പൊട്ടാത്ത വാക്ക്, ഇതൊക്കെ എങ്ങനെയപ്പോൾ ഈ ഒരു എന്താ പറയുക പ്രദേശത്തിന് വന്നതെന്നുള്ളൊരു സംശയം ഉണ്ടാവും. അപ്പോൾ രണ്ട് നദികൾക്കിടയിലൂടെ എന്താ പറയുക, ടു റിവേഴ്സിനിടയിലൂടെ പോകുന്ന പ്രദേശമായതുകൊണ്ടാണ് നമ്മൾ ആ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ രണ്ട് നദികൾക്കിടയിലൂടെ പോകുന്ന പ്രദേശമായതുകൊണ്ടാണ് എന്ത് പേര് വന്നത് മക്കളെ, മെസൊപ്പൊട്ടേമിയ എന്നുള്ള പേര് ഈ ഒരു പ്രദേശത്തിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. യൂഫ്രട്ടീസും അതുപോലെ തന്നെ ടൈഗ്രീസും, യൂഫ്രട്ടീസും അതുപോലെ തന്നെ ടൈഗ്രീസ്, ഈ രണ്ട് റിവേഴ്സിൻ്റെ പേര് മക്കൾ ഓർമ്മിച്ച് വെക്കുക. അതുപോലെ തന്നെ മെസൊപ്പൊട്ടേമിയ എന്ന് പറയുന്ന സ്ഥലത്തിന് എന്തുകൊണ്ടാണ് ഈ പേര് വന്നതെന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. രണ്ട് നദികൾക്കിടയിലൂടെ അല്ലെങ്കിൽ രണ്ട് നദികളുടെയും നടുവിലൂടെ പോകുന്ന പ്രദേശമായതുകൊണ്ടാണ് എന്ത് പേര് വന്നിട്ടുള്ളത്, മെസൊപ്പൊട്ടേമിയ എന്നുള്ള പേര് വന്നിട്ടുള്ളത്. സെറ്റല്ലേ മക്കളെ, മെസൊപ്പൊട്ടേമിയ എന്നുള്ള പേര് വന്നിട്ടുള്ളത്. മലയാളം കൂടി ഒന്ന് വായിച്ചു നോക്കൂ. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതടങ്ങളിലാണ് മെസൊപ്പൊട്ടേമിയൻ സംസ്കാരം നിലനിന്നിരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ പറയുന്നുണ്ട്, രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം എന്നതാണ് മെസൊപ്പൊട്ടേമിയ എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പേര് വന്നിട്ടുള്ളത്. അപ്പോൾ പേരിൻ്റെ പിന്നിലുള്ള രഹസ്യം ഓക്കെ അല്ലേ. ഇനി നിങ്ങൾക്ക് നെക്സ്റ്റ് പേജിൽ ടെക്സ്റ്റിൽ കാണാൻ പറ്റും, ഒരു ചിത്രം പോലെ കാണാൻ പറ്റും അല്ലേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്താ ഈ ചിത്രം അല്ലെങ്കിൽ എന്താണ് ഈ സംഭവം എന്നുള്ള അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ. കാരണം എന്താണ് ഈ ചിത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമ്മൾ മലയാളമാണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലൊക്കെ എഴുതുമ്പോൾ അതിൻ്റെതായിട്ടുള്ള എഴുത്ത് രീതികളുണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ദ ക്യൂണിഫോം സ്ക്രിപ്റ്റ് ഇവോൾവ്ഡ് ഇൻ മെസൊപ്പൊട്ടേമിയ. മെസൊപ്പൊട്ടേമിയയിൽ ആരംഭിച്ചിട്ടുള്ള ഒരു ലിപിയാണെന്ത് നമുക്ക് ഈ പിക്ചറിൽ കാണാൻ പറ്റുന്നത്, ക്യൂണിഫോം എന്നുള്ളതാണ് ഈ ഒരു ലിപിയുടെ പേര്. അപ്പോൾ ഈ ലിപിയുടെ പേര് മറക്കരുത്, അല്ലെങ്കിൽ മെസൊപ്പൊട്ടേമിയയിൽ ഉപയോഗിച്ചിരുന്ന ലിപിയാണ്, സ്ക്രിപ്റ്റ് ആണെന്ത്, ക്യൂണിഫോം മക്കളെ. ആ പേര് ആരും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഈജിപ്ഷ്യൻ സിവിലൈസേഷനും അതുപോലെ തന്നെ ചൈനീസ് സിവിലൈസേഷനും അങ്ങനെ കുറേ സിവിലൈസേഷനൊക്കെ ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ മെസൊപ്പൊട്ടേമിയയായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് എന്ത് വരുന്നത്, ക്യൂണിഫോം വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് മറ്റ് സിവിലൈസേഷൻസിലൊക്കെ ഓരോ സ്ക്രിപ്റ്റൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ മാറാതെ കൃത്യമായിട്ട് ആൻസർ ചെയ്യണം. മെസൊപ്പൊട്ടേമിയയായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് എന്ത് വരുന്നത്, ക്യൂണിഫോം എന്നുള്ള ടേം വരുന്നത്. അപ്പോൾ ഈ പിക്ചർ കാണുന്നത് എന്തല്ല, നമ്മളൊരു കല്ലിൽ ഇങ്ങനെ വെറുതെ ചിത്രം വരച്ച് വെച്ചിരിക്കുന്നതല്ല, അതാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ള സ്ക്രിപ്റ്റാണ്, അല്ലെങ്കിൽ അന്നത്തെ ലിപിയാണ് എന്ത്, ക്യൂണിഫോം എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ മെസൊപ്പൊട്ടേമിയയിലെ ലിപി ഏതാണ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ മക്കൾ കൃത്യമായിട്ട് ആൻസർ ചെയ്യണം. എന്താണ് അവിടെ ഉപയോഗിച്ചിരുന്ന ലിപി, ക്യൂണിഫോം ആണ്. ഇനി ആരും എന്ത് ചെയ്യരുത്, ഈ ഒരു ചോദ്യം വരാണെങ്കിൽ ആൻസേഴ്സ് തെറ്റിക്കരുത്. ഇനി അടുത്ത നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും വലിയ ബിൽഡിങ്സ് ഒക്കെ അല്ലേ. നിങ്ങളെല്ലാവരും പല എന്താ പറയുക
ബേക്കൽ ഫോർട്ട് അല്ലെങ്കിൽ പാലക്കാട് ഫോർട്ട് ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഇതെന്താ സംഭവം എന്ന് അറിയാനുള്ള ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഇത് കാണുന്ന സമയത്ത് ഇത് അതുപോലെ എന്തെങ്കിലും കാണുക എന്നുള്ളൊരു സംശയം മക്കൾക്ക് ഉണ്ടാവും. അപ്പോൾ ഇതിന് നമ്മൾ പറയുന്ന പേരാണിത്. ഇതിനെന്താ മക്കളെ പറയാം നമ്മൾ? സിഗ്രാത്സ് അല്ലേ? സിഗ്രാത്തുകൾ എന്താണ് നമ്മൾ ഈ ഒരു കാണുന്ന ഈ ചിത്രത്തിൽ കാണുന്ന കാര്യത്തിൽ നമ്മൾ പറയുന്നത് അല്ലേ? അപ്പോൾ മെസൊപ്പൊട്ടോമിയൻ സിവിലൈസേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണെന്ത് ഈ സിഗ്രാത്സ് എന്ന് പറയുന്നത്. അപ്പോൾ സിഗ്രാത്സ് വേർ ടെമ്പിൾസ് കോംപ്ലക്സസ്. സിഗ്രാത്തുകൾ എന്ന് പറയുന്നത് എന്താണ്? ക്ഷേത്രം അല്ലെങ്കിൽ ദേവാലയ സമുച്ചയങ്ങളാണ് എന്ത് പറയുന്നത് നമ്മളിവിടെ സിഗ്രാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സിഗ്രാത്സ് വേർ ടെമ്പിൾ കോംപ്ലക്സസ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത് എന്ത് ഉപയോഗിച്ചിട്ടാണ്? ദ വാൾസ് ഓഫ് സിഗ്രാത്സ് വേർ ബിൽഡ് ഓഫ് ബേൺ ബ്രിക്സ്. ബേൺ ബ്രിക്സ് ഉപയോഗിച്ചാണ്, അല്ലെങ്കിൽ നമ്മളിവിടെ പറയുന്നുണ്ടല്ലേ ചുട്ടെടുത്ത ഇഷ്ടികകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് നിർമ്മിച്ചിട്ടുള്ളത്? ഈ സിഗ്രാത്തുകൾ എന്ത് ചെയ്തിട്ടുള്ളത്? നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ വാൾസൊക്കെ അല്ലെങ്കിൽ ഇതിൻ്റെ മതിലുകളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് വെറുതെ കല്ലുകൾ കൊണ്ടൊന്നല്ല നിർമ്മിച്ചിട്ടുള്ളത്. നമുക്ക് അതിമനോഹരമായിട്ട് കാണാൻ പറ്റും അല്ലേ? ഇപ്പോഴത്തെ എഞ്ചിനീയേഴ്സൊക്കെ ചെയ്തതിനേക്കാളൊക്കെ നല്ല വൃത്തിയിലെ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിർമ്മിച്ചിട്ടുള്ളത് എന്തുപയോഗിച്ചിട്ടാണ്? ചുട്ടെടുത്ത ഇഷ്ടികകൾ കൊണ്ടാണ്, അല്ലെങ്കിൽ ബേൺഡ് ബ്രിക്സ് കൊണ്ടാണ് എന്ത് നിർമ്മിച്ചിട്ടുള്ളത്? ഈ സിഗ്രാത്തുകൾ നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ദ സിഗ്രാത്ത് ഇൻ ദ സിറ്റി ഓഫ് ഊർ ഈസ് സ്റ്റിൽ പ്രിസർവ്ഡ്. അപ്പോൾ ഊർ എന്ന് പറയുന്ന നഗരത്തിലുള്ള സിഗ്രാത്ത് ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സംരക്ഷിച്ച് വെച്ചിട്ടുള്ളതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. അപ്പോൾ സിഗ്രാത്തുകൾ എന്തുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്? മെസൊപ്പൊട്ടേമിയൻ സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് മക്കളെ, മാറിപ്പോകരുത്. ഇതുപോലെ തന്നെ പിരമിഡുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ഇതേ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പിരമിഡുകളും നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ പിരമിഡുകളെക്കുറിച്ചും ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ്റെ മറ്റു ഭാഗങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഹരപ്പൻ സിവിലൈസേഷൻ്റെ മറ്റു ഭാഗങ്ങളൊക്കെ നമുക്ക് എടുക്കാനുണ്ട്. അത് വരുന്ന ക്ലാസ്സുകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ സിഗ്രാത്തുകൾ എന്തുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്? മെസൊപ്പൊട്ടേമിയൻ സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോൾ മലയാളത്തിൽ ജസ്റ്റ് ഒന്ന് ഞാനത് കാണിക്കാം. സിഗ്രാത്തുകൾ, സിഗ്രാത്ത് ഈ പിക്ചറിൽ കാണുന്നുണ്ട് നിങ്ങൾ. ദെൻ എന്തൊക്കെയാണ് സിഗ്രാത്തുകൾ? ദേവാലയ സമുച്ചയങ്ങളാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പുറംഭാഗം ചുട്ടെടുത്ത ഇഷ്ടികകൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഉർ എന്ന് പറയുന്ന നഗരത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്പോഴും സിഗ്രാത്ത് എന്ത് ചെയ്യുന്നുണ്ട്? സംരക്ഷിക്കുന്നുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്? രണ്ട് നദികൾക്കിടയിലൂടെ ഒഴുകുന്ന നദികൾ ഒഴുകുന്നതിൻ്റെ നടുവിലായി കിടക്കുന്ന പ്രദേശമായതുകൊണ്ടാണ് മെസൊപ്പൊട്ടേമിയ എന്നുള്ള പേര് വന്നിട്ടുള്ളത്. ഇനി ഏതൊക്കെയാണ് നദികൾ എന്ന് നോക്കുകയാണെങ്കിൽ യൂഫ്രട്ടീസ്, ടൈഗ്രിസ്, ഈ രണ്ട് നദികൾക്കിടയിലൂടെയാണ് എന്ത് പോകുന്നത്? മെസൊപ്പൊട്ടേമിയ എന്ന് പറയുന്ന നഗരം നമുക്ക് കാണാൻ പറ്റുന്നത്. മറ്റൊന്ന് ഈ വേർഡിൽ, അതായത് രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം എന്ന് തന്നെയാണ് മെസൊപ്പൊട്ടേമിയ എന്നുള്ള വേർഡിൻ്റെ അർത്ഥം എന്ന് നമ്മൾ പറഞ്ഞു. ദെൻ ക്യൂനിഫോം അന്ന് ഉപയോഗിച്ചിരുന്ന, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എന്താ പറയുക, അവിടെ ഉപയോഗിച്ചിരുന്ന സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ലിപി ആയിരുന്നു ക്യൂനിഫോം എന്ന് പറഞ്ഞു. ദെൻ സിഗ്രാത്ത് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. സിഗ്രാത്ത് എന്തായിരുന്നു? ദേവാലയം അല്ലേ, ടെമ്പിൾസ് ആയിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. അപ്പോൾ സിഗ്രാത്ത്, ക്യൂനിഫോം, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ രണ്ട് നദികൾ. നമ്മൾ ഇന്ന് എടുത്ത ഭാഗങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞിരുന്നത്? ഏതൊക്കെ നദികൾക്കിടയിലൂടെയാണ് ഈ ഒരു മെസൊപ്പൊട്ടേമിയ എന്ന് പറഞ്ഞ പ്രദേശം നിലനിൽക്കുന്നത് അല്ലേ? യൂഫ്രട്ടീസ് അതുപോലെ തന്നെ ടൈഗ്രീസ്, ഈ നദികൾക്കിടയിലാണ് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ മറ്റൊരു കാര്യമാണ് സിഗ്രാത്ത് എന്താണെന്നുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമായിരുന്നു ക്യൂനിഫോം ലിപി. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളത്. വളരെ എന്താ പറയുക, ഈ ഭാഗത്ത് നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ ഒരു കാരണവശാലും ഒഴിവാക്കരുത്. എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ടു ഓൾ.